ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രമേയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും നല്ല രീതിയിൽ സങ്കടം വന്നു. ശ്യാമളാമ്മ മനസ്സിൽ കരഞ്ഞപ്പോൾ നമ്മളും ഒന്ന് കരഞ്ഞു പോയി അല്ലേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീലാട്ടോ തോന്നിയത്. കാരണം അച്ഛൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താനായിട്ട് ഒരു വഴി ഇല്ലാത്തതിനാൽ നമ്മുടെ അഞ്ജലിക്കുട്ടി സ്കൂട്ടർ വിറ്റു എന്ന സത്യം അമ്പാടിയെ അവിടെ വെച്ച് കണ്ടു. അമ്പാടിയുടെ കയ്യിൽ സ്കൂട്ടർ കണ്ടപ്പോൾ അങ്ങനെ ഇത് സ്കൂട്ടർ വിറ്റു എന്നുള്ള സത്യം ശ്യാമളാമ്മ തിരിച്ചറിയുമ്പോൾ ഭയങ്കര സങ്കടപ്പെട്ടവർ ഇരിക്കുന്ന കണ്ടു അല്ലേ. അപ്പം നമുക്കും വിഷമം തോന്നിപ്പോയി അല്ലേ. എന്താണെങ്കിലും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വന്ന പ്രൊമോയിൽ ആദ്യം കാണുന്ന സീന് എന്ന് പറയുന്നത് ഇത്രയും ദിവസങ്ങളായി മിസ്സായിരിക്കുന്ന പത്മയെ ഹരീന്ദ്രൻ വക്കീൽ കാണുകയാണ് കേട്ടോ. അപ്പോൾ ഹരീന്ദ്രൻ വക്കീൽ തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കിയ പത്മ ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരീന്ദ്രൻ മുകളിലത്തെ നിലയിലാണുള്ളത്, പത്മ താഴത്തെ സ്റ്റെപ്പ് ഇറങ്ങി ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ പത്മ ജീവനോടെയുണ്ട്, പത്മയെ ഒളിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ രീതിയിലൊക്കെ കാര്യങ്ങൾ ഹരീന്ദ്രൻ മനസ്സിലാക്കും. ഹരി രാഘവനുണ്ണിയോട് പറയും. അങ്ങനെ അടുത്തൊരു സംഭവങ്ങൾ നടക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. എന്താണെങ്കിലും ആദ്യത്തെ ഈ സീനിന് ശേഷം പിന്നെ പ്രൊമോയിൽ വന്നത് അഭിലാഷ്. എനിക്ക് തോന്നുന്നു അഭിലാഷ് അഞ്ജലി അല്ല അർജുൻ്റെ പ്രണയിനി എന്ന രീതിയിൽ ഒരു വിശ്വാസത്തിൽ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് അഞ്ജലിയോട് ചോദിച്ചപ്പോൾ രാജീവ് എന്ന നെയിമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അർജുനല്ല എന്നൊരു ആശ്വാസത്തിലാണ് നമ്മുടെ അഭി തിരിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ ഈ അനുപമ കള്ളം പറഞ്ഞതാണ് എന്നൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ നമ്മുടെ അഭി ചിന്തിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും അഭി തിരിച്ചെത്തുമ്പോഴേ കുത്തുവാക്കുകളായിട്ട് അനുപമയുണ്ട്. നിങ്ങൾ വാലിന് തീ പിടിച്ചത് പോലെ അഭിലാഷ് സാറ് പോകുന്നത് കണ്ടപ്പോഴേ തോന്നി അഞ്ജലിയുടെ അടുത്ത് പോയി ഇന്ന് ചോദിച്ച് എല്ലാ കാര്യങ്ങളും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയെന്ന് പറയും. അപ്പോൾ അഭി പറയും, എനിക്ക് നിന്നെ ഒരു കാര്യവുമില്ല, നിന്നെ എനിക്ക് വെറുപ്പാണ്, എനിക്ക് അഞ്ജലിയോട് ബഹുമാനവും സ്നേഹവും ആദരവും അങ്ങനെ എല്ലാ കാര്യങ്ങളും നിനക്ക് ഞാൻ ഒരിക്കലും തരാത്ത എല്ലാ കാര്യങ്ങളും ഞാൻ അഞ്ജലിക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെ അഞ്ജലിയെ ഞാൻ ആ രീതിയിലാണ് കാണുന്നത് എന്ന് അഭി അനുപമയോട് പറയാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അഭി അനുപമ പറഞ്ഞത് കള്ളമാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അർജുൻ സ്നേഹിക്കുന്ന പെണ്ണ് അഞ്ജലി അല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ രാജീവ് എന്ന പേരാണ് പറഞ്ഞത്, അപ്പോൾ വേറൊരാളാണ്. ആ ഒരു ആശ്വാസത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭി ഉള്ളത് കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എവിടെ പോയി അവസാനിക്കും എന്നാട്ടോ ഞാൻ ആലോചിക്കുന്നത്. വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. കാരണം അഭിയും ഒരു ചതിയിൽ പെട്ടുപോയതാണെന്ന് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യനല്ലേ അഭി അല്ലേ. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് അഭിയുടെ ചിന്തകൾ പോകുന്നത് കേട്ടോ. ഇനി പിന്നീട് എന്ത് സംഭവിക്കുന്ന പോലും അറിയത്തില്ല. എന്താണെങ്കിലും ഏറ്റവും അവസാനം ഇന്നത്തെ പ്രൊമോയിൽ കാട്ടിയ സീനുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ അഞ്ജലി സ്കൂട്ടർ വിറ്റ് കഴിഞ്ഞിട്ടും അതോർത്ത് ചിലപ്പോൾ ഒരുപാട് വിഷമിക്കുമായിരിക്കും കേട്ടോ. കാരണം സ്കൂട്ടർ അത്ര അധികം സന്തോഷത്തോടു കൂടി ഒത്തിരി സംഭവങ്ങളും ബഹളവും ഒരു ഉത്സവ ലഹരി പോലെ അച്ഛൻ കൊണ്ടുവന്ന് കൊടുത്തതാണ് ഈ നമ്മുടെ അഞ്ജലിക്കുട്ടിക്ക്. അതിനെപ്പറ്റി ആ സീനുകളാണ് ശരിക്കും പറഞ്ഞ പ്രൊമോയിൽ ഇന്ന് ഏറ്റവും അവസാനമായിട്ട് കാട്ടിയത്. മിക്കവാറും അത് നമ്മുടെ അഞ്ജലിക്കുട്ടി ചിന്തിക്കുന്ന സീനുകളൊക്കെ ആയിരിക്കാം കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയാണ് പ്രൊമോയുടെ അവസാന ഭാഗങ്ങൾ വന്നത്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. കാരണം രണ്ട് മെയിൻ സംഭവങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് പത്മ മിസ്സിങ്, ആ പത്മയെ ഹരി കാണുന്നു. അതുപോലെ തന്നെ അഭി തെറ്റിദ്ധരിക്കപ്പെടുകയാണ്, വീണ്ടും അഞ്ജലി അല്ല അർജുൻ്റെ പ്രണയിനി എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക, ഞാനും കാത്തിരിക്കുകയാണ്. അപ്പോൾ നാളെ എപ്പിസോഡിൻ്റെ റിവ്യൂമായി വരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണമേ എന്ന് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്. ടേക്ക് കെയർ, ബൈ ബൈ.